ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ വൈകിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ദീപ്തിയെ സ്വീകരിക്കാൻ ബൊക്കെയുമായി ജയരാമൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡാഡി, അയാളെ കണ്ട് അവൾ ഓടി വന്നു. കൺഗ്രാജുലേഷൻസ് മോളെ, ഐ ആം പ്രൗഡ് ഓഫ് യു. അയാൾ അവൾക്ക് ബൊക്കെ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വച്ചു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എൻ്റെ മാത്രം എടുക്കല്ല ഡാഡി, എൻ്റെ വിജയത്തിന് പിന്നിൽ ഡാഡിയുമുണ്ട്. ഡാഡിയുടെ സപ്പോർട്ട്, പ്രാർത്ഥന, സ്നേഹം അതൊക്കെ എന്നും ഉണ്ടാകും. ഈ ലോകത്ത് നീയല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത് സ്നേഹിക്കാൻ? ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഡാഡി വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. അവളുടെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. മതി, അതേക്കുറിച്ചുള്ള ഡിസ്കഷൻ എന്നേ നമ്മൾ അവസാനിപ്പിച്ചതാ. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ മോളെ? കോഫി? ഒന്നും വേണ്ട, വീട്ടിലേക്ക് പോയാൽ മതി. ബാഗേജ് കിട്ടുന്നതുവരെ അവർ സംസാരിച്ചു നിന്നു. ജീൻസും ടോപ്പുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആ വേഷത്തിൽ അവൾ മെലിഞ്ഞ സുന്ദരിയായിരുന്നു. ഏത് വേഷത്തിലും സുന്ദരിയാണ് ദീപ്തി. ഡാഡിയുടെ വക സമ്മാനം കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഫോണിൽ പറഞ്ഞല്ലോ, എന്താണത്? കാർ പാർക്കിലേക്ക് നടക്കുമ്പോൾ അവൾ ചോദിച്ചു. വീട്ടിൽ ചെല്ലുന്നതുവരെ ക്ഷമിച്ചുകൂടെ മോൾക്ക്? തീർച്ചയായും, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി, അത്രയേ ഉള്ളൂ. എയർപോർട്ടിനു വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന അനേകം കാറുകളിലൊന്ന് രാജീവിൻ്റേതായിരുന്നു. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഹാൻഡിക്യാമിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ അയാൾ സംസാരിച്ചുകൊണ്ട് നടന്നുവരുന്ന ജയരാമനെയും ദീപ്തിയെയും കാണുകയായിരുന്നു. വീഡിയോ ക്യാമറയിൽ അയാൾ ആ ദൃശ്യം മുഴുവൻ ഒപ്പിയെടുത്തു. ഇടയ്ക്ക് ക്യാമറ അവളുടെ മുഖത്തേക്ക് സൂം ചെയ്തു. സൗമ്യവും ദീപ്തവുമായിരുന്നു അവളുടെ മുഖം. ജയരാമനും ദീപ്തിയും അവരുടെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ബാക്ക് ഡോർ തുറന്ന് അയാൾ ബാഗേജ് സീറ്റിലേക്ക് വച്ചു. ഡാഡി, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? കൊച്ചുകുട്ടിയുടെ ഉത്സാഹവും കൗതുകവും ഉണ്ടായിരുന്നു അവളുടെ ചോദ്യത്തിൽ. തീർച്ചയായും. അയാൾ കാറിൻ്റെ ചാവി അവൾക്ക് കൊടുത്തു. അവൾ ഡോർ തുറന്ന് സീറ്റിലിരുന്നു. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ധരിച്ചു. ഡൽഹിയിൽ മോൾ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ലേ? കൊള്ളാം, നടത്താതിരിക്കുമോ? വീട്ടിൽ ചെല്ലട്ടെ, കാണിച്ചു തരാം, അവൾ പറഞ്ഞു. ശരിക്കും ആസ്വദിച്ചാണ് ദീപ്തി കാർ ഡ്രൈവ് ചെയ്തത്. വാഹനങ്ങൾക്കിടയിലൂടെ അതങ്ങനെ ഒഴുകി ഒഴുകിപ്പോയി. അല്പം പിന്നിലായി രാജീവിൻ്റെ കാർ ഉണ്ടായിരുന്നു. അടുത്ത കൊല്ലം ഞാൻ എൻജിനീയറിംഗ് പാസ്സാകും. അത് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഡാഡിയുടെ പ്ലാൻ എന്താണ്? അവൾ ചോദിച്ചു. നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തും. കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടിയാണോ എന്നെ എൻജിനീയറിങ്ങിന് പഠിപ്പിച്ചത്? പരിഭവത്തോടെ അവൾ ചോദിച്ചു. അല്ല, പക്ഷേ കല്യാണവും ആവശ്യമല്ലേ? അത് നടത്തുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. എനിക്ക് MCA വേണമെന്നുണ്ട്. അതും കഴിഞ്ഞ് ജോലിയും കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഞാനൊരു ഗ്രാൻഡ് പാ ആകാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം? അയാൾ ദുഃഖം ഭാവിച്ചു. പോടാടി, അവൾ അയാളുടെ കൈത്തണ്ടയിൽ നാണത്തോടെ നുള്ളി. അയാൾ പൊട്ടിച്ചിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണേട്ടൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം കുളിച്ചിട്ട് വരാമെങ്കിൽ ചോറ് തരാം. മോൾക്ക് വേണ്ടി പ്രത്യേകം പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷ്ണേട്ടൻ, അയാൾ അറിയിച്ചു. എങ്കിൽ ഇപ്പോൾ കുളിക്കുന്നില്ല കൃഷ്ണേട്ട, ആദ്യം പാൽപ്പായസം, അത് കഴിഞ്ഞു മതി മറ്റെന്തും, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. കൃഷ്ണേട്ടൻ ചോറെടുത്തു വച്ചു. നല്ല വെജിറ്റേറിയൻ സദ്യയായിരുന്നു അത്. കൃഷ്ണേട്ട, രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണത്തിനുണ്ടാവില്ല കേട്ടോ, ജയരാമൻ പറഞ്ഞു. ദീപ്തി തലതിരിച്ച് അയാളെ നോക്കി. നമ്മൾ എവിടെ പോകുന്നു ഡാഡി? എൻ്റെ മോളെയും കൊണ്ട് ഞാനിന്ന് താജിൽ ഡിന്നർ കഴിക്കാൻ പോകുന്നു, അയാൾ പ്രഖ്യാപിച്ചു. ഓ ഡാഡി, ഹൗ സ്വീറ്റ് യു ആർ. ഭക്ഷണം കഴിച്ചിട്ട് അവർ ജയരാമിൻ്റെ മുറിയിലേക്ക് പോയി. ഡാഡിക്ക് അന്ധവിശ്വാസം ഇത്തിരി കൂടുതലാണെന്ന് മോൾ പറയുമായിരിക്കും. പക്ഷേ 2 ദിവസം മുമ്പ് ഡാഡി ജ്യോതിഷിയെ കാണാനായി പോയിരുന്നു. നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാളെ നോക്കി. അതെ, എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ. ഇനി വരാൻ പോകുന്നത് നിനക്കത്ര നല്ല സമയമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദീപ്തി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അനേകായിരം കോടി കിലോമീറ്റർ അകലെയുള്ള ശനിയും ബുധനും ചൊവ്വയും ഒക്കെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യപ്രാണികളുടെ ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാവം ഗ്രഹങ്ങളല്ലേ അവർ. നീ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഡാഡിയുടെ സമാധാനത്തിന് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ജയരാമൻ ഭിത്തി അലമാര തുറന്ന് ചെറിയ ഒരു ആഭരണപ്പെട്ടിയെടുത്ത് അവൾക്ക് കൊടുത്തു. എന്താണെന്ന് നോക്ക്. ദീപ്തി അത് തുറന്നു നോക്കി. പച്ച നിറത്തിലുള്ള വൈരക്കല്ല് പതിച്ച മനോഹരമായ സ്വർണ്ണ മോതിരമായിരുന്നു അത്. ഹായ് ബ്യൂട്ടിഫുൾ, അവൾ പറഞ്ഞു. മരതകമാണ് നിന്റെ ജന്മനക്ഷത്രക്കല്ല്. ഇത് മോളിനെ എപ്പോഴും വിരലിൽ ധരിക്കണം. ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകും. ആപത്തുകളെ ഒഴിവാക്കാനുള്ള മന്ത്രശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ മോതിരം എപ്പോഴും എൻ്റെ വിരലിൽ കാണുണ്ടാടി. കാരണം എനിക്ക് ഈ മോതിരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ബോക്സിൽ നിന്ന് അതെടുത്ത് അവൾ വലത്തെ കൈയിലെ മോതിര വിരലിൽ അണിഞ്ഞു. നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ച മോതിരമാണിത്. അതുകൊണ്ട് അതിൻ്റേതായ ശക്തിയുമുണ്ട്. നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. ഇല്ല ഡാഡി, താങ്ക് യു വെരി മച്ച്. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ മോളെ, ഡാഡി ഓഫീസിലേക്ക് പോവാണ്. ദീപ്തി അവളുടെ മുറിയിലേക്ക് ചെന്നു.
സുഖമായി ഒന്ന് ഉറങ്ങണം. നാളെ രാവിലെ തിരുവനന്തപുരത്തിന് പോകേണ്ടതാണ്. മെത്തയിലേക്ക് കിടന്നിട്ട് കൈ ഉയർത്തി അവൾ പച്ചക്കല്ല് പതിച്ച മോതിരത്തിൽ ഉറ്റുനോക്കി. എന്ത് ആപത്താണ് എന്നെ കാത്തിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഈ ജന്മനക്ഷത്രക്കല്ലിന് കഴിയുമോ? അവൾക്കറിയില്ലായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ വീഡിയോ ദൃശ്യം 10ാമത്തെ തവണ കണ്ടുകൊണ്ട് രാജീവ് ഇരുന്നു. എയർപോർട്ടിൻ്റെ അറൈവൽ കൗണ്ടറിൽ നിന്നിറങ്ങി ജയരാമനോടൊപ്പം ചുറുചുറുക്കോടെ ദീപ്തി നടന്നു വരുന്നു. അവർ എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. അവളുടെ ചുമലിൽ ഇടതു കൈ വച്ചുകൊണ്ടാണ് ജയരാമൻ നടക്കുന്നത്. അയാളുടെ വലതു കൈയിൽ നീല നിറത്തിലുള്ള ബാഗ് തൂക്കിയിട്ടുണ്ട്. വെയിലിൽ അവളുടെ മനോഹരമായ മുടി ഇളകുന്നുണ്ട്. ക്യാമറ ദീപ്തിയുടെ മുഖത്തേക്ക് സൂം ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീൻ മുഖം മാത്രം. ഓവൽ ആകൃതിയാണ് അവളുടെ മുഖത്തിന്. വലിയ കണ്ണുകൾ, ഭംഗിയുള്ള മൂക്ക്, അല്പം ഒന്ന് വിടർന്ന ചുണ്ടുകൾ, താടിയിൽ കൂമ്പി നിൽക്കുന്ന മുഖക്കുരു. ജയരാമിൻ്റെ സർവസ്വമാണ് ദീപ്തി. സാവിത്രി എന്ന അമ്മയുടെ സർവസ്വമായിരുന്നു സിത്താര എന്ന മകൾ. കൊല്ലാതെ കൊല്ലണം ദീപ്തിയെ, എങ്കിലേ ആ അമ്മ അനുഭവിച്ച വേദനയുടെ പകുതിയെങ്കിലും അയാൾ അറിയൂ. രാജീവ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുക്കാതെ ഇടതു കൈക്കൊണ്ട് ഗ്ലാസ്സിലെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ മിസ് താരാമാധവാണ്. എന്തിനാണ് ആ സ്ത്രീ വിടാതെ ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുന്നത്? ഹലോ ഹലോ രാജീവ്, ഉറങ്ങാൻ കിടന്നില്ലല്ലോ? താരാമാധവ് ചോദിച്ചു. ഇല്ല മാഡം, ഞാനിപ്പോൾ ടെറസിലിരുന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ കാണുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് രാജീവിന് ഓർമ്മ വന്നു. അതാണ് വിളിച്ചത്. സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പിശകുണ്ടെന്ന് അയാൾക്ക് തോന്നി. സത്യത്തിൽ എന്താണ് ഈ സ്ത്രീയുടെ മനസ്സിലിരിപ്പ്? അറിയണമല്ലോ. നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഓർമ്മ വന്നത്? അവളുടെ അതേ സ്വരത്തിൽ അയാൾ ചോദിച്ചു. രാജീവിൻ്റെ കണ്ണുകൾ 2 നക്ഷത്രങ്ങളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാൾ വെറുതെ ചിരിച്ചു. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയോട് ഇതേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അവളെ സന്തോഷിപ്പിക്കാൻ. അയാൾ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സന്തോഷിപ്പിക്കാനല്ല, ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്ത് തരത്തിലുള്ള ഇഷ്ടം? എല്ലാ തരത്തിലുമുള്ള ഇഷ്ടം. താരാമാധവൻ്റെ സ്വരം വികാരലോലമാകുന്നത് അയാൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇഷ്ടം മനസ്സിനോടോ ശരീരത്തിനോടോ? ചോദ്യം അയാൾ കുറെ കൂടി വ്യക്തമാക്കി. രണ്ടിനോടും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉദ്ദേശ്യം. അയാൾ മനസ്സിലൊന്ന് ചിരിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. രാജീവ് കാര്യത്തിലേക്ക് കടന്നു. നമ്മളൊന്നിച്ച് മൂന്നാറിൽ 2 ദിവസം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തിരക്കുകളിൽ നിന്ന് ആരുമറിയാതെ നമ്മൾ മുങ്ങുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ 2 ദിവസം. നല്ല ഐഡിയ, രാജീവ് പ്രോത്സാഹിപ്പിച്ചു. എങ്കിൽ ഡേറ്റ് രാജീവ് തീരുമാനിച്ചോളൂ. ഈ വീക്കെൻഡ് ഞാൻ ഫ്രീ ആണ്, അവൾ സന്നദ്ധത അറിയിച്ചു. പക്ഷേ ഞാൻ ഫ്രീ അല്ല. എങ്കിൽ നെക്സ്റ്റ് വീക്ക്. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അത് മതി. ഐ ക്യാൻ അഷ്വർ യു ഇറ്റ് വിൽ ബി ആൻ അൺഫോർഗറ്റബിൾ ട്രിപ്പ്. ഐ ഹോപ്പ് സോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാജീവ്. അയാൾ ഫോൺ വച്ചിട്ട് കസേരയിലേക്ക് ചാരി ഒരു നിമിഷം ഇരുന്നു. താരാമാധവ് ഇതുപോലെ എത്ര ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും? അവൾ ആരുടെയൊക്കെ കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും? കൊച്ചിയിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം, അതോടൊപ്പം താരാമാധവിൽ നിന്നും. ലൈറ്റ് അണച്ച് രാജീവ് ഉറങ്ങാൻ കിടന്നു. പെട്ടെന്നൊന്നും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സിത്താരയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. അവളുടെ നോട്ടം, ചിരി, സംസാരം. ഇനി എല്ലാം വെറും ഓർമ്മകൾ മാത്രം. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് അയാൾ രാജിക്കത്ത് തയ്യാറാക്കി. രാജിവെച്ച് പോകുമ്പോൾ 1 മാസം മുമ്പേ അറിയിപ്പ് കൊടുക്കണമെന്നാണ് കമ്പനി നിയമം. പകരമുള്ള ആളെ കണ്ടെത്തി നിയമിക്കാനാണ് 1 മാസത്തെ സമയം. കത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒപ്പിട്ടിട്ട് അയാൾ ഒരിക്കൽ കൂടി അത് വായിച്ചു നോക്കി. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ മൈസ്കർ മിൽസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്ത് അയാൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുദീപ് മേത്തയെ വിളിച്ചു. സർ, ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു. പ്ലീസ് കം രാജീവ്. ഉടൻ സമ്മതം കിട്ടി. കത്തുമടക്കി ഒരു കവറിലിട്ട് ജനറൽ മാനേജറുടെ വിലാസം എഴുതി അയാൾ സുദീപ് മേത്തയുടെ മുറിയിലേക്ക് ചെന്നു. വെളുത്തു തടിച്ച മധ്യവയസ്കരാണ് മേത്ത. ഗുഡ് മോർണിംഗ് സാർ. രാജീവ് അയാളെ അഭിവാദ്യം ചെയ്തു. ഗുഡ് മോർണിംഗ് രാജീവ്. എനി പ്രോബ്ലം? വെറുതെ സംസാരിച്ച് സമയം കളയുന്ന ആളായിരുന്നില്ല മേത്ത. യെസ് സാർ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കുട്ടി കൊല്ലപ്പെട്ട കാര്യം സാറിന് അറിയാമല്ലോ. വി വെയർ വെരി ക്ലോസ്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു. സുദീപ് മേത്ത സഹതാപത്തോടെ അയാളെ നോക്കി മെല്ലെ തലകുലുക്കി. എറണാകുളം വിട്ടുപോയാൽ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ ആ ഓർമ്മകളിൽ നിന്ന് റിലീഫ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ. സോ യു വാണ്ട് എ ട്രാൻസ്ഫർ? മറുപടി പറയാതെ കയ്യിലിരുന്ന കവർ രാജീവ് അയാൾക്ക് കൊടുത്തു. മേത്ത അത് വാങ്ങി വായിച്ചു നോക്കി. മൈസ്കർ മിൽസ് വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. യെസ് സാർ, എൻ്റെ പേരൻസ് മുംബൈയിലുണ്ട്. അവിടെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ട് വരില്ല. റിസൈൻ ചെയ്ത് പോവുക എന്ന് വെച്ചാൽ
അതൊരു ഫൂളിഷ് ഡിസിഷനാണ് രാജീവ്. നമുക്ക് ചെന്നൈയിലും കൊൽക്കത്തയിലും വിശാഖിലും ഓഫീസുകളുണ്ടല്ലോ. എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, മേത്ത പറഞ്ഞു. താങ്ക് യു സാർ, പക്ഷേ എനിക്ക് മുംബൈയാണ് ഇഷ്ടം. നിസ്സഹായതോടെ അയാൾ ചുമലുകൾ ഉയർത്തി. ഓക്കെ, ഞാനിത് GM-ന് ഫോർവേഡ് ചെയ്യാം. രാജീവ് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അങ്ങനെ ആദ്യത്തെ കാൽവയ്പ് നടത്തിയിരിക്കുന്നു. സ്വന്തം മുറിയിൽ വന്നു കഴിഞ്ഞ് അയാൾ ഹരിശങ്കർ മേനോനെ വിളിച്ച് കാര്യം പറഞ്ഞു. നന്നായി, അന്നേ ഞാൻ പറഞ്ഞതല്ലേ നീ ഇങ്ങ് പോരാൻ. നിനക്ക് ചേഞ്ച് ആവശ്യമാണ്. എന്നാണ് നീ വരുന്നത്? അദ്ദേഹം ചോദിച്ചു. 1 മാസത്തെ സമയമുണ്ട്, പക്ഷേ അതിനു മുമ്പ് തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ എന്നെ റിലീവ് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ശ്രമിക്കണ്ടേ? മേനോൻ ചോദിച്ചു. വേണം, അത് ഞാൻ ചെയ്തോളാം ഡാഡി. രാജീവും മമ്മിയോടും അല്പം സംസാരിച്ചു. മകൻ വരികയാണെന്നറിഞ്ഞപ്പോൾ മധുമതിക്കും സന്തോഷമായി. നീ വേഗം വാ മോനെ, പറ്റിയ പെണ്ണിനെ എത്രയും വേഗം ഞാൻ കണ്ടുവയ്ക്കാം. മുംബൈയിൽ ഏറിയാൽ 1-2 മാസമേ താൻ ഉണ്ടാവൂ എന്ന് അയാൾ അവരോട് പറഞ്ഞില്ല. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ജോലി ശരിയായാൽ ഉടൻ മുംബൈ വിടുകയും ചെയ്യും. അന്ന് രാത്രി അയാൾ ഇൻ്റർനെറ്റിൽ 1 മണിക്കൂറിലേറെ ചെലവഴിച്ചു. ജോലിക്ക് വേണ്ടിയുള്ള 2-3 വെബ്സൈറ്റുകളിൽ പേര് രജിസ്റ്റർ ചെയ്തു. റെസ്യൂം എഴുതിയപ്പോൾ ആത്മവിശ്വാസം തോന്നി. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ബിരുദം, ജപ്പാനിൽ 6 മാസത്തെ കോഴ്സ്, മൾട്ടിനാഷണൽ കമ്പനിയിൽ 3 വർഷം മാനേജർ. ആവശ്യക്കാർ തേടിയെത്തും. പിറ്റേന്ന് ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ജോൺ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മൾ എപ്പോഴാണ് കാണുക? വൈകുന്നേരം ഫ്രീ ആണ്. ആഫ്റ്റർ 6 യു കം ടു ദി ഐലൻഡ്. ഇവിടെ ചില ഹോട്ടലുകളുണ്ട് സ്നേഹിത. ഓക്കെ, ഐ വിൽ കോൾ യു. ജെയിംസിനെ കൂടി വിളിച്ചോളൂ. ഐ വിൽ ഡു ദാറ്റ്. വൈകുന്നേരം 6 മണിയായപ്പോൾ ജോണിൻ്റെ വിളി വന്നു. കാസിനോയിൽ എത്തുക, ജെയിംസും ഞാനും അവിടെ ഉണ്ടാകും. ഓഫീസിൽ നിന്നിറങ്ങി വണ്ടിയെടുത്ത് രാജീവ് ഹോട്ടലിൽ ചെന്നപ്പോൾ ജെയിംസും ജോണും സംസാരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട എന്തോ കാര്യമല്ലേ തനിക്ക് സംസാരിക്കാനുള്ളത്? ഓരോ ബിയറിൻ്റെ മേലാവുന്നതാണ് ഉചിതം, ജോൺ പറഞ്ഞു. രാജീവ് എതിർത്തില്ല. അവർ അകത്ത് കയറി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു. 3 ബിയർ വന്നു, 3 മഗ്ഗുകളും. ജോണാണ് 3 മഗ്ഗുകളിലും ബിയർ പകർന്നത്. ഇനി പറയൂ രാജീവ്, ജോൺ ആവശ്യപ്പെട്ടു. ഞാൻ എറണാകുളം നഗരം വിടുകയാണ്. എന്നുവെച്ചാൽ ട്രാൻസ്ഫർ? ജെയിംസ് ചോദിച്ചു. അല്ല, ഞാൻ റിസൈൻ ചെയ്തു. ഞെട്ടലോടെ ജോണും ജെയിംസും അയാളെ നോക്കി. എന്തിന്? സിത്താരയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സിറ്റിയിൽ എനിക്ക് ജീവിതം ദുസ്സഹമായി അനുഭവപ്പെടുന്നു. ഞാൻ മുംബൈയിലേക്ക് പോവാണ്. അവിടെ എന്തെങ്കിലും ജോലി ശരിയായിട്ടുണ്ടോ? ജെയിംസ് ചോദിച്ചു. ഇല്ല, പക്ഷേ എൻ്റെ ഡാഡിയും മമ്മിയും അവിടെയുണ്ടല്ലോ. പക്ഷേ രാജീവ്, നിങ്ങൾ ഇവിടുന്ന് പോയാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ശക്തി കുറയും. ജയരാമൻ രക്ഷപ്പെടും, ജോൺ ഉപദേശിച്ചു. അവൾ പോയില്ലേ? ഇനി അയാളെ ശിക്ഷിച്ചാൽ തന്നെ എൻ്റെ നഷ്ടം. എനിക്ക് അവളെ തിരിച്ചു കിട്ടില്ലല്ലോ. ജെയിംസും ജോണും എത്ര വാദിച്ചിട്ടും രാജീവിൻ്റെ തീരുമാനം മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സന്ദീപ് മേത്ത അയാളെ വിളിച്ചു. രാജീവ്, യു ആർ ഫ്രീ ടു ഗോ എനി ഡേ യു പ്രിഫർ. എന്ന് വേണമെങ്കിലും പിരിഞ്ഞു പോകാൻ കമ്പനി സമ്മതിച്ചിരിക്കുന്നു, അയാൾ അറിയിച്ചു. ഇത്ര വേഗം കമ്പനി എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തോ? രാജീവ് അത്ഭുതപ്പെട്ടു. യെസ്, വിശാഖപട്ടണത്ത് നിന്ന് പകരം ആൾ നാളെ ഇവിടെ എത്തും. നാളെ തന്നെ രാജീവിനെ റിലീവ് ചെയ്യാം. താങ്ക് യു സാർ. സന്തോഷത്തോടെയാണ് അയാൾ പുറത്തേക്കിറങ്ങിയത്. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗം പുരോഗമിക്കുന്നു. അതൊരു നല്ല സൂചനയാണ്. അപ്പോൾ തന്നെ അയാൾ ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ജോൺ, മറ്റന്നാളത്തെ മുംബൈ ഫ്ലൈറ്റിൽ എനിക്കൊരു സീറ്റ് സംഘടിപ്പിച്ച് തരാമോ? നോ പ്രോബ്ലം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോൺ വിളിച്ചു. ടിക്കറ്റ് റെഡി. താങ്ക് യു. അപ്പോൾ തന്നെ ഫ്ലാറ്റിൻ്റെ ഉടമയെ വിളിച്ച് പിറ്റേന്ന് താമസം ഒഴിയുകയാണെന്ന് രാജീവ് അറിയിച്ചു. രാവിലെ പാക്കിംഗ് ആരംഭിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. അയാൾ ചെന്ന് വാതിൽ തുറന്നപ്പോൾ പുറത്ത് ഇൻസ്പെക്ടർ ജഹാംഗീർ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് സാർ? നിങ്ങൾ ജോലി രാജിവെച്ച് മുംബൈയിലേക്ക് പോവാണെന്നറിഞ്ഞു. അതെ സാർ, നാളത്തെ ഫ്ലൈറ്റിന്. സോറി, നിങ്ങൾക്ക് സംസ്ഥാനം വിട്ടുപോകാൻ അനുമതിയില്ല. ആദ്യം നിങ്ങൾ പ്രതിസ്ഥാനത്തായിരുന്നു. യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങൾ കേരള പോലീസിൻ്റെ അധീനതയിൽ തന്നെ വേണം. വിടാൻ പറ്റില്ല നിങ്ങളെ. ഉറച്ച സ്വരമായിരുന്നു ജഹാംഗീറിൻ്റേത്. രാജീവ് മരവിച്ചു നിന്നു.